സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഈ ശ്ലോകം കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. സദാശിവനിൽ ആരംഭിച്ച് ശങ്കരാചാര്യനിലൂടെ കടന്നു വന്ന് ഇന്നിതാ എൻ്റെ ഗുരുവിൽ എത്തി നിൽക്കുന്ന ഗുരുപരമ്പരയെ വന്ദിക്കുന്നു എന്നാണ് ഈ വന്ദന ശ്ലോകത്തിൻ്റെ അർത്ഥം. ആദി ഗുരു പരമാത്മാവ് തന്നെയാണ്. ശൈവ വൈഷ്ണവങ്ങൾ അനുസരിച്ച് ആദി ഗുരുവിന് ദക്ഷിണാമൂർത്തിയുടെയോ ഹയഗ്രീവൻ്റെയോ ഭാവം കൽപ്പിക്കപ്പെടുന്നു. പരമാത്മാവിൽ ആരംഭിച്ച് ശങ്കരാചാര്യർ തുടങ്ങിയ മഹാഗുരുക്കന്മാരിലൂടെ പ്രവഹിച്ച് തൻ്റെ ഗുരുവിലൂടെ വീണ്ടും മുന്നോട്ടൊഴുകുന്ന ആർഷജ്ഞാനത്തെയാണ് ഗുരുപരമ്പര വന്ദനത്തിലൂടെ സ്തുതിക്കുന്നത്. സദാശിവൻ പരമാത്മാവും സകല ശാസ്ത്രങ്ങളുടെയും ആദി കാരണവുമാണ്. സ്വന്തം ഗുരുവാകട്ടെ ആ ആർഷജ്ഞാനത്തിൻ്റെ പ്രത്യക്ഷ സ്വരൂപവുമാണ്. അവർക്കൊപ്പം മധ്യസ്ഥാനം നൽകി ശ്രീ ശങ്കരാചാര്യ സ്വാമിയെയും നമ്മൾ ഭക്തിപൂർവ്വം സ്മരിക്കുന്നു. ഗുരുവിനെ പൂജിക്കുക എന്നതുകൊണ്ട് ഒരു വ്യക്തിയെ പൂജിക്കുക എന്നതല്ല, മറിച്ച് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മഹത് ദർശനത്തെയാണ് പൂജിക്കുന്നത്. ഗുരുവിൻ്റെ ആത്മസ്വരൂപവും പ്രഭാവവുമാണ് ആദരിക്കപ്പെടുന്നത്. ആ ബ്രഹ്മജ്ഞാന സ്വരൂപത്തിന് മുൻപിൽ ശിഷ്യർ നമിക്കുന്നു. വിവിധ ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും ആരാധിക്കുന്നു. നാളെ ആഷാഢമാസത്തിലെ ഗുരുപൂർണിമയാണ്.